ഫസ്റ്റ് ലെഗിൽ 4-0 തോറ്റ ആ ഒരു മൊമെന്റ് തൊട്ട് അടുത്ത ലെഗിൽ ഒരു റമൺതാര വരും, 1% ചാൻസ്, 99% ഹോപ്പ്, ഇങ്ങനെയൊക്കെ പറയുന്ന ബാർസലോണ ഫാൻസിന്റെ മുഖത്ത് നോക്കിയിട്ട് ഡെലൂലു ഈസ് നോട്ട് ദ സൊലൂലു എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് അങ്ങനെ ഒരാളാണ് ഞാനും. ബട്ട് സ്റ്റിൽ ഏതെങ്കിലും ഒരു ടീമിനെ കൊണ്ട് ഇങ്ങനെ ഒരു റൊമൻതാദ നടത്താൻ കഴിവുണ്ടെങ്കിൽ അത് ബാർസലോണയാണ് എന്നുള്ള ഒരു വിശ്വാസം കൂടെ ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ഇഫ് ദർ ഇസ് എനി ടീം ദാറ്റ് ക്യാൻ ഡു ഇറ്റ്, അത് ബാർസലോണ മാത്രമാണ്. ആൻഡ് ഈ ഒരു സെക്കൻഡ് ലെഗ് ബാർസലോണ വേഴ്സസ് അത്ലറ്റിക്കോ മദ്രിദ് കളി 3-0 കേട്ടോ എൻ്റെ ചെയ്തത്. അതായത് ഓൾമോസ്റ്റ് ഒരു റമൻതാദയുടെ അടുത്ത് വരെ ബാർസലോണ എത്തി. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ ഫെയർ പ്ലേ. ഓക്കെ, ബാർസലോണ ഫാൻസിനും ടീമിനും കോച്ചിനും എല്ലാവർക്കും എന്താ പറയുക, പ്രൗഡായിട്ടുള്ള ഒരു പെർഫോമൻസ്. അവർ തോറ്റുന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് കുറ്റോ അല്ലെങ്കിൽ കളിയാക്കാനോ അങ്ങനൊന്നും തോന്നൂല, എന്നെ സംബന്ധിച്ച് തോന്നൂല. കാരണം നല്ലത് കണ്ട നല്ലത് പറയണമെന്നാ. പക്ഷെ ആ ഫസ്റ്റ് ലെഗിൽ 4-ന് തോറ്റില്ലേ, അത് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ കളിയാക്കിക്കോളി, അത് നല്ലൊരു കാര്യം. എനിവേ ദ മാച്ച് സ്റ്റാർട്ടഡ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അത്ലറ്റിക്കോ മഡ്രിഡ് അവരുടെ ഹറാം ബസ് പാർക്കിംഗ് ട്രെയിൻ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ തന്നെയാണ് കളിച്ചത്. ഓക്കെ, എല്ലാ പ്ലേയേഴ്സും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. ബട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാച്ചിൽ ഓൾറെഡി അവർക്ക് 4 ഗോളിന്റെ ലീഡുള്ള സമയത്ത് ഓർക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാം. അതിലൊന്നും നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മുഴുവൻ ബാർസന്റെ ഉത്തരവാദിത്തമാണ്. ഇനി 15 ആൾക്കാർ ഡിഫെൻഡ് ചെയ്താലും ഇനി ഒരു മതിൽ കെട്ടിയാൽ പോലും അത് ബ്രേക്ക് ചെയ്തിട്ട് ഗോൾ അടിക്കാന്ന്. അല്ലാതെ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഇവിടെ മറ്റേ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിച്ചിട്ട് ഒരു മാങ്ങാത്തൊലി കിട്ടാൻ പോണില്ല. ബട്ട് സ്റ്റിൽ ബാർസലോണ മാനേജ് ടു ഡു ദാറ്റ്. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്ത ആ ഒരു സംഭവം അവർ മര്യാദക്ക് തന്നെ ചെയ്തു. കുറേ അധികം ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. അത്ലറ്റിക്കോ അവിടെ ഒരു വാളോ ഇനി ചൈനീസ് വൻമതിലോ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടും കാര്യം ഉണ്ടായില്ല. ആൻഡ് ദേ സ്കോർ 3 ഗോൾസ്. ആൻഡ് അവർക്ക് കിട്ടിയ ചാൻസസിൽ ഏതെങ്കിലും ഒന്നുകൂടെ തട്ടിമുട്ടിയെങ്കിലും കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫെറാൻ ടോറസിന് പകരം മെയ്ബി ലെവൻഡോസ്കി ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ ഒരു ഗോളും കൂടെ ഒക്കെ തട്ടിമുട്ടി അടിച്ചിട്ടുണ്ടാവും. കാരണം വന്ന ക്രോസസ് ആയാലും കട്ട് ബാക്സ് ആയാലും അതൊന്നും പ്രോപ്പർലി കണക്ട് ചെയ്യാൻ അവിടെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഈ റൊമൻതാദ ഓൾമോസ്റ്റ് എന്നല്ല, അവർ ആക്ച്വലി കംപ്ലീറ്റ് ആക്കുമായിരുന്നു. ലമീൻ യമാൽ ഗൈസ്, ആളെ പറ്റിയിട്ട് ഇനി ഞാൻ പറഞ്ഞു തന്നിട്ടൊന്നും വേണ്ടല്ലോ. കഴിഞ്ഞ മാച്ചിൽ ഹാട്രിക് അടിച്ചിട്ടാണ് ആൾ ഈ ഒരു മാച്ചിന് പ്രിപ്പയർ ചെയ്തത് തന്നെ. കളിയിൽ ആളുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ ഒരു 10-20 മിനിറ്റ് ഒക്കെ എടുത്തു. പക്ഷെ അതിനുശേഷം അത്ലറ്റിക്കോ മഡ്രിഡിന്റെ ഡിഫൻഡേഴ്സിനും ആ ഒരു ടീമിന് മൊത്തത്തിൽ ആൾ സൃഷ്ടിച്ച തലവേദന എന്ന് പറഞ്ഞാൽ കുറച്ച് വലുത് തന്നെയാണ്. ആ ഒരു റൈറ്റ് വിങ്ങിൽ എത്ര തവണ എന്നറിയോ അത്ലറ്റിക്കോ പ്ലേയേഴ്സിനൊക്കെ ബീറ്റ് ചെയ്തിട്ട് ആൾ അവരുടെ ബോക്സ് പോയിട്ട് കട്ട് ബാക്കും ക്രോസും ഒക്കെ ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെ ബാർസന്റെ ഫസ്റ്റ് ഗോളിന് 2 പ്ലേയേഴ്സിനെ ഒറ്റയടിക്ക് ബീറ്റ് ചെയ്ത ആ ഒരു ബോഡി ഫെയിൻറ്റും പിന്നെ ആ ഒരു കട്ട് ബാക്ക് ടു ബെർണാൽ എല്ലാം കൊണ്ടും നല്ല നല്ല അടിപൊളി കളിയാണ് കേട്ടോ ആള്. പിന്നെ എനിക്കുള്ള ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ലമീൻ യമാൽ ആള് ഷൂട്ടിംഗ് പൊസിഷനിൽ അധികം എത്തുന്നില്ല. ഇങ്ങനെയുള്ള ഒരു മാച്ച് അവർക്ക് 4 ഗോൾ അടിക്കണം കളി സമനിലെങ്കിലും ആക്കാൻ. അപ്പോൾ ആളുടെ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ, എക്സ്പെഷ്യലി മറ്റേ കോപ്പി പേസ്റ്റ് ബ്ലിറ്റ്സ് ക്ലെയറിൽ ഗോൾ അടിക്കാനുള്ള ആ ഒരു പൊസിഷനിലെങ്കിലും ആൾ എത്തണം എങ്ങനെയെങ്കിലും ഒക്കെ. ബാർസയുടെ ഡിഫൻസ് വാസ് പ്രിറ്റി ഡീസെന്റ്. ഞാൻ അവരുടെ എല്ലാ മാച്ചസ് ഒന്നും കാണാത്തതുകൊണ്ട് ആ ഒരു കമ്പാരിസൺ ഒന്നും ഞാൻ നടത്തുന്നില്ല. ബട്ട് ഈ ഒരു മാച്ചിൽ ദേ വർ ഡീസെന്റ്. ഐ മീൻ ബാർസ ഹാഡ് ലൈക്ക് 70% പൊസഷൻ. അവർക്ക് അത്രയധികം എന്താ പറയാ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല, എന്നാൽ ചെയ്യേണ്ട സമയത്ത് അവർ ചെയ്തിട്ടുണ്ട്. അത്ലറ്റിക്കോനെ സംബന്ധിച്ച് അവർക്കും 1-2 ക്ലിയർ ചാൻസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്രീസ്മാൻ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഒരു ചാൻസ്, ലുക്മാന് കിട്ടിയ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ബാർസ ഡിഫെൻസീവ്ലി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ആൻഡ് ഓഫ് കോഴ്സ് കീപ്പർ ആള് സേവ് ചെയ്യേണ്ട സിറ്റുവേഷൻസും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു. കുബാർസിന്റെ ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു 90 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട്. അലക്സ് ബയേന കീപ്പർക്കെതിരെ ഓൾമോസ്റ്റ് ഒരു 1 vs 1 എത്തി. അല്ലെങ്കിൽ ആളൊരു അക്രോസ് ദ ബോൾ പാസ് നമ്മുടെ സൊർലോത്തിന് കൊടുത്തിരുന്നെങ്കിൽ പോലും ഇഷ്യൂ ഉണ്ടാവാൻ പോണ ഒരു ചാൻസാ. അതാണ് ആള് ബാക്ക് നിന്ന് ഓടി വന്നിട്ട് ടാക്കിളൊക്കെ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. മിഡ്ഫീൽഡില് ദർ ഈസ് നോ കമ്പാരിസൺ. ഓക്കെ, ബാർസന്റെ ബെഞ്ചിലോ അല്ലെങ്കിൽ ബാർസലോണ യൂസ് ചെയ്യാത്ത ഒരു അവരുടെ മിഡ്ഫീൽഡ് പ്ലെയർ അത്ലറ്റിക്കോക്ക് കൊടുത്തിനെങ്കിൽ പോലും ഈ മാച്ചിൽ മിഡ്ഫീൽഡിൽ ഒരു ബാലൻസ് വന്നിനു, കോമ്പറ്റീഷൻ. ഇത് ബാർസക്ക് എന്ത് സുഖമായിട്ടാണ് കളിക്കണ്ടേ. ആൻഡ് അത്ലറ്റിക്കോന്റെ പ്ലേയേഴ്സിന് പന്തൊന്നും ഹോൾഡ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. പെഡ്രി, ബെർണാൽ, ഫെർമിൻ എല്ലാവരും ഡീസെന്റ് ആയിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഞാൻ ഫെർമിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗോൾ എക്സ്പെക്ട് ചെയ്തിരുന്നു കേട്ടോ.
കാരണം ഇങ്ങനത്തെ ബിഗ് മാച്ചിൽ അല്ലെങ്കിൽ ക്രൂഷ്യൽ മാച്ചസിൽ ഓൻ എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് ഗോൾ അടിക്കലുണ്ട്. പക്ഷേ ഈ ഒരു മാച്ചിൽ പെഡ്രി ആൻഡ് ബെർണാല് ഉണ്ടാക്കിയ ഇമ്പാക്ട് നോക്കുമ്പോൾ ഫെർമിൻ വാസ് ആവറേജ്. അത്ലറ്റിക്കോയുടെ ബെസ്റ്റ് പ്ലെയർ വാസ് അവരുടെ കീപ്പർ മുസോ. ആള് കുറെ സേവ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ദി എൻഡ് അവരാണ് ജയിച്ചത്. ഓക്കെ, അവർക്ക് വേണ്ട റിസൾട്ട്. അവരിപ്പോൾ ബോർ ഫുട്ബോൾ കളിച്ചു, ഹറാം ബോൾ കളിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തി ആ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് ഫൈനലിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കൺക്ലൂഷനായിട്ട് ഈ ഒരു റിസൾട്ടിൽ പ്രതീക്ഷയുണ്ട്, അതുപോലെ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും ബാർസലോണ ഫാൻസിന്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ചാമ്പ്യൻസ് ലീഗിൽ ഈ ഒരു ബാർസൊക്കെ ഇതേപോലത്തെ ഒരു മെന്റാലിറ്റിയിൽ കളിച്ച അവർക്കും നല്ലൊരു എന്താ പറയുക ചാൻസ് തന്നെ ഉണ്ട് UCL കാര്യത്തിൽ. ലാലിഗയിൽ ഓൾറെഡി 4 പോയിന്റിന്റെ ലീഡ് ഉണ്ട്. അതൊന്നും ബോട്ടിൽ ചെയ്യാതെ മര്യാദക്ക് എഫേർട്ട് ഇട്ട് കളിച്ചാൽ മതി. വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജിങ്സ് ചെയ്യാൻ പറയല്ല. ഓക്കെ, എനിക്ക് നല്ല കാര്യങ്ങളും പറയാൻ പറ്റും. ഓക്കെ, ഞാൻ നല്ല രീതിക്കും ചില കാര്യങ്ങളൊക്കെ പറയും. മാങ്ങ ഒന്നുമില്ല, ബാർസ നശിച്ചു പോട്ടെ, സന്തോഷമായില്ലേ. മറ്റൊരു ബിഗ് ന്യൂസ് ഉള്ളത് CR7ന്റെ ഇഞ്ചുറി. അൽഫൈഹക്കെതിരെയുള്ള മാച്ചിൽ ആള് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി കയറിയിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചുറിയുടെ കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ആൾക്കൊരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ആണെന്നൊക്കെയാണ് അൽ നാസർ പറയുന്നത്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയാനുള്ളൊരു കാര്യം, കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ ചില ഫേക്ക് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. CR7 ഇഞ്ചുറി ആണ്, സീരിയസ് ആണ്, വേൾഡ് കപ്പ് തന്നെ മിസ്സാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് പറയാം, അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ അൺഒഫീഷ്യലായിട്ടോ ഒന്നും ശരിക്കും വന്നിട്ടില്ല. വെറുതെ ആരൊക്കെയോ പടച്ചു വിട്ട സംഭവങ്ങളാണ്. കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാക്സിമം ഒരു 4 വീക്സ്, അതായത് 1 മാസം വരെ CR7 ഔട്ട് ആവാനുള്ള ചാൻസസ് ഒക്കെയാണ് അത്രേ കാണുന്നത്, ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെയുള്ളത് ലിവർപൂൾ വോൾവ്സിനെതിരെ തോറ്റു. വോൾസ് കഴിഞ്ഞ 2 മാച്ചിൽ ആസ്റ്റൺ വില്ലനെ തോൽപ്പിച്ചു, ഇപ്പൊ ലിവർപൂളിനും തോൽപ്പിച്ചു. അവർ ഏറ്റവും ലാസ്റ്റുള്ള ടീമാണ്. അതും 90-ാം മിനിറ്റിന് ശേഷം ലിവർപൂളിന്റെ തന്നെ ഒരു ഡിഫെൻസീവ് എറർ, അലിസന്റെ ക്ലിയറിംഗിൽ വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയാം, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന ബോളിൽ നിന്നാണ് വോൾസ് പോയിട്ട് അവരുടെ സെക്കൻഡ് ഗോളും വിന്നിംഗ് ഗോളും ഒക്കെ അടിച്ചത്. ഇനി 8 മാച്ചസ് ആണ് പ്രീമിയർ ലീഗിൽ വോൾസിന് ബാക്കിയുള്ളത്. അതിലെല്ലാം അവർ ഒരു പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞ മേ ബി അവർ റെലഗേറ്റ് ആവാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അവരുടെ ഒപ്പണൻസ് അടുത്ത 8 ഫിക്സേഴ്സിൽ ലിവർപൂളിനെ ആസ്റ്റൺ വില്ലനെയും തോൽപ്പിച്ച സ്ഥിതിക്ക് അവർക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒപ്പോണൻസാണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കംബാക്ക് മേ ബി നമുക്ക് ഈ ഒരു സീസണിൽ തന്നെ കാണാം. വേറെ ഇപ്പം എന്താ, കുറെ ആൾക്കാർ മറ്റേ മന്തിന്റെ പൈസ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ സ്ട്രീമിൽ തന്നെ ലൈവായിട്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. ഇൻഷാല്ലാ ചെന്നൈക്കെതിരെയുള്ള മാച്ച് KBFCയുടെ അതിൽ നമുക്ക് വാച്ച് ലോങ് വെക്കാം, അതിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം അത്രക്കുള്ളൂ. ബൈ ബൈ.